ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ പെർത്തിൽ ഒരു വൻ ചതി നടന്നതിന്റെ ചില കഥകൾ പറയാനാണ്. കഥകൾ മാത്രമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന സത്യസന്ധമായ ചില കാര്യങ്ങൾ. ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ കിട്ടിയ ഈ വാർത്ത സത്യത്തിൽ കേരളത്തിലേക്ക് വ്യവസായം ചെയ്യാൻ വരുന്നവരെയും കേരളത്തിലേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്നവരെയും ഒന്ന് ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. കാര്യം മറ്റൊന്നുമല്ല, വെള്ളം മുരളി എന്നറിയപ്പെടുന്ന മുരളീദാസ് KV കണ്ണൂർ സ്വദേശിയാണ്. ജീവിതകാലം മുഴുവൻ വെള്ളമടിച്ച് റോഡിൽ കിടന്ന് പട്ടി നക്കി എന്ന് വരെ സ്വന്തമായി ചാനലുകളോടും പത്രങ്ങളോടും പറഞ്ഞ ഒരു വ്യക്തി എങ്ങനെയൊക്കെയോ കുറച്ച് കാശുണ്ടാക്കി ബിസിനസ് തുടങ്ങിയപ്പോൾ അത് ചതിയിൽ അവസാനിപ്പിച്ച കഥയാണ് ഇന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചതിയിൽ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ KV മുരളിയും ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള ഷിബു ജോൺ എന്നു പേരുള്ള ഒരു മലയാളി, ആലപ്പുഴ സ്വദേശിയാണ്. അവർ തമ്മിൽ വാട്ടർമാൻ എന്നു പേരുള്ള ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഈ വാട്ടർമാന് വേണ്ടി മുരളി അവിടുന്ന് 15 കണ്ടെയ്നർ ടൈലുകൾ അയക്കുന്നു. ആ കണ്ടെയ്നർ ടൈലുകളൂടെ വന്നപ്പോൾ ക്വാളിറ്റി മോശമാണെന്നും ഓസ്ട്രേലിയൻ ക്വാളിറ്റിയിൽ ഈ സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല, ക്വാളിറ്റി പരിശോധനയിൽ ഇത് റിജക്ട് ചെയ്തു. ശേഷം വീണ്ടും 15 കണ്ടെയ്നർ അയക്കുന്നു. അതും ഇതേ അവസ്ഥയാണ്. 30 കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് വരുന്നത്. ഇനി അതുകൂടാതെ ഏറ്റവും കൂടുതൽ കാശ് വീണ്ടും വരുന്നത് ഇതിന്റെ ക്ലിയറിംഗ് ചാർജസ്, ഫ്രൈറ്റ് ചാർജ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, ലേബർ ചാർജ്, അതുകൂടാതെ ഗോഡൌണിലെ ചാർജുകൾ. ആ ഗോഡൌണിൽ നിങ്ങളിതാ എന്റെ സ്ക്രീനിൽ പുറകിൽ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ആ ഗോഡൌണിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഈ പാലറ്റുകൾക്ക് ഒരെണ്ണത്തിന് $10 ഒരാഴ്ചയിലേക്കുള്ള ചെലവ്. അങ്ങനെ 1000-ഓളം പാലറ്റുകൾ. എത്ര രൂപ വരുമെന്ന് എല്ലാവർക്കും അറിയാം. രൂപയിൽ കണക്ക് കൂട്ടിയാൽ ഒരു മാസം ഏതാണ്ട് $44,000-ഓളം ചിലവാണുള്ളത്. ഒരു വർഷമായി ഈ സാധനങ്ങൾ ഇതേപോലെ ഇരിക്കുന്നു. അത്രയും നഷ്ടം സഹിച്ചിട്ടും ഒരു കേസിന് പോലും പോകാതിരുന്ന ഷിബു ജോണിനെ ഇപ്പോ ഈ KV മുരളീദാസും അയാളുടെ കൂടെ ഈ കമ്പനിയിൽ അയാൾ തന്നെ ജോലി കൊടുത്ത അനൂപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ചേർന്ന കള്ളക്കേസുകളുടെ ബഹളമാണ്. അതും ഇവിടെയല്ല, കേരളത്തിൽ കൊടുത്ത കള്ളക്കേസുകളിൽ ഷിബു ജോൺ അയാളെ പറ്റിച്ചു, 100 കോടി സ്കാം ചെയ്തു എന്നൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് ഒരു കേസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. കണ്ണൂർ കൊടുത്ത കേസ് അതിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണൂര് പോലീസ് ആ കേസ് റഫർ ചെയ്ത് കളഞ്ഞു. കോഴിക്കോട് കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതും ഇത് തന്നെയാണ്. ഇതിന്റെ എല്ലാ രേഖകളും ഞങ്ങളിതാ പുറത്തുവിടുന്നു. ഈ മുരളി ചെയ്ത ഇമ്പോർട്ടിന്റെ ആ ടൈലുകളുടെ ക്വാളിറ്റി കൺട്രോളിംഗ് മുതൽ ഇവിടെ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ ടൈലിന്റെ വിഷ്വൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിതാ പുറത്തുവിടും.